എന്താ മഴ അല്ലേ, മഴ കാരണം കോഴികളെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം 10 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിട്ടയച്ചിട്ട് പോയതാണ്. അവരെ പിന്നെന്താ പറയുക, കോഴിക്കൂടെ വേണ്ട അതിലാണ് പിടിച്ചിട്ടില്ല. ഇപ്പോൾ പാമ്പ് വന്ന് കയറിയ കാര്യം തിണ്ടില്ല. അപ്പോൾ രണ്ടെണ്ണത്തിന് കൊടുന്നതാണ് അത്. എന്നാലും അനിയത്തി വരുമ്പോൾ പിന്നെ കൊടുന്നതാണ് രണ്ടെണ്ണത്തിന്. ചേവലിനൊക്കെ കൊന്നില്ല. അപ്പോൾ നീ ചേവൽ വേണ്ടേ. അപ്പോൾ ഞാനെന്ത് കാട്ടി, അവളോട് പറഞ്ഞു നീ വരുന്നുണ്ടെങ്കിൽ എന്നാൽ കോഴിനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൾ കൊടുന്നതാണ്. അപ്പോൾ ഇന്നലെ 2 എന്താണ്, ഒരു പെട്ടയും ഒരു ചേവലും. ഈ കോഴി ഉണ്ടല്ലോ, ആ പെട്ടക്കോഴിയില്ല, അത് ഞാൻ ഈ ഗൾഫിലേക്ക് പോകുമ്പോൾ അവൾക്ക് കൊടുത്തതാണ് എൻ്റെ അനിയത്തിക്ക്. അപ്പോൾ അവൾ പറഞ്ഞ ഏതായാലും കോഴിയില്ലല്ലോ പറഞ്ഞിട്ട് കൊടുന്നുണ്ട്. അപ്പോൾ ഒരു ചേവക്കുട്ടിനെയും കൊടുന്നു കിട്ടോ. പിന്നെ ഈ കോഴിയിലൊന്നുമില്ല, പാമ്പന്ന് കയറിയില്ലേ, ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. മുട്ടയെന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ പണിക്കാരൻ വന്നിട്ടില്ല. പണിക്കാരൻ വന്നിട്ട് മുട്ട അതൊക്കെ അവിടെ തെങ്ങോഴിൽ കുഴിച്ചിടാൻ വിചാരിച്ചിട്ടേ നല്ല മഴ കിട്ടാൻ പറ്റിയ പാവങ്ങൾ. അപ്പോൾ ഞാൻ വേഗം അരിട്ട് കൊടുത്തിട്ടേ ഇങ്ങനെ വിട്ടാൽ തിന്നാൻ കൊടുക്കട്ടെ വിചാരിച്ചിട്ട് വേഗം കൊടുക്കുക. എന്നിട്ട് വേഗം കൂട്ടിലാക്കാമല്ലോ. ഈ കിട്ടുന്ന അറിയില്ല കേട്ടോ, പിടിക്കണേ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ട ഈ പെട്ടക്കോഴി ഇത് നനഞ്ഞ പോലെയല്ല, അതിൻ്റെ തൂവല അങ്ങനെയാണ്. ഞാൻ ഈ കോഴിനെ പ്രേതക്കോഴി എന്നാട്ടോ പറയുക. നിങ്ങൾക്കറിയതിൻ്റെ പേര് അറിയെങ്കിൽ പറയട്ടെ കമൻറ്റിലൂടെ. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ. ഇവിടെ നല്ല മഴ കേട്ടോ, പെരും മഴയാണ്. ഞാൻ കോഴികളെ വിട്ട് അവർ കഴിക്കുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. ഞാനപ്പോൾ അങ്ങോട്ട് ഓടിപ്പോന്നു. നോക്കിയ കോഴി അമ്മയുടെ ഔട്ടിൽ പോയിട്ട് കുട്ടികളൊക്കെ നിൽക്കണത്. ഇന്നലെ തന്നെ ഒരു കോഴിക്കുട്ടിനെ കാണാനില്ലേ. ഇന്നലെ അതുപോലെ മഴ പെയ്ത് ഞാൻ പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ ഞാനും ഉള്ളിൽ കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 8 കോഴിക്കുട്ടികൾ ഇപ്പോൾ 7 കേട്ടോ. എന്താ പിടിച്ച് കൊണ്ടേക്കുക തോന്നുന്നു മഴയത്തേ. ഇനിയിപ്പോൾ അവരെ പിടിച്ചിടണം. അതിന് നല്ല മഴയല്ലേ, എന്താ ചെയ്യുക. മുറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടൊന്നും, കാരണം മഴ കാരണേ മുറ്റത്ത് ഇറങ്ങാൻ പറ്റണ്ടേ. ഞാൻ ഇടക്കിടക്ക് നോക്കണം അവർ അവിടുന്ന് പോകണ്ടോന്ന്. ഞാനെന്താ ചെയ്തെന്ന് പറയും, കോഴിനെ പിന്നെ കയറിട്ട് കെട്ടിക്കുകയാണ് പോകണ്ട വിചാരിച്ചിട്ട് കേട്ടോ. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. അതാ നോക്കി നല്ല മഴയാണ്, പെരും മഴ. മക്കളൊക്കെ എവിടെ നിൽക്കണതാണ് ആവട്ടോ. ഇതാ അമ്മയും മക്കളൊക്കെ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, അതാ നിൽക്കുന്നു. ബാ 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 ഇടുവാ. മഴ കാരണേ നല്ല വൃത്തിയായിട്ടാണ് കണ്ട. ഞാൻ പിടിച്ചു കിട്ടുക എന്തായാലും നിൽക്കും. പാമ്പിനെ കണ്ടപ്പോഴേ കോഴിക്കോട്ടിൽ പാമ്പിനെ കണ്ട ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് കോഴിനെ വളർത്തണ്ട അമ്മയെന്ന്. പക്ഷേ ഞാൻ പണ്ട് മുതലേ കോഴിനെ വളർത്തിയിട്ട് ശീലമായിട്ട് എനിക്കതില്ലാതെ പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ ഈ കോഴിനെ വളർത്തുന്നത് കേട്ടോ. എനിക്ക് കോഴികളെ നല്ല ഇഷ്ടമാണ്, കാരണം അവർക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കുക, അവരെങ്ങനെ കാണുക, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കാരണമാണ് ഞാൻ വളർത്തുന്നത്. പാമ്പിനാണെങ്കിൽ പിടിക്കാനും കിട്ടിയില്ല, അത് പോവുകയും ചെയ്തു. അതാണ്